ആരും പോയത് പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നോക്കണം. ഓക്കെ, ദ 2 minute സ്റ്റാർട്ട് റൂൾ. നമ്മൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് പഠിക്കണം, അല്ലെങ്കിൽ ജിമ്മിൽ പോയി തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ ഇതുപോലെ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളത്. എന്നാൽ ഒട്ടും നിങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല. എങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് 2 മിനിറ്റ് മാത്രം ചെയ്യുക. ഒരു ശീലം തുടങ്ങണം. ബുക്ക് വായിക്കണം, അല്ലെങ്കിൽ മാസത്തിൽ ഒരു ബുക്ക് വായിച്ച് തീർക്കണം, അല്ലെങ്കിൽ ആഴ്ച കൊണ്ടൊരു ബുക്ക് വായിച്ച് തീർക്കണം. ബുക്ക് വായന എന്നുള്ളൊരു പുസ്തകം വായിക്കുക എന്നുള്ളൊരു ശീലം നിങ്ങൾക്ക് തുടങ്ങണം. പക്ഷേ ഒരു ദിവസം വന്നിരുന്ന ഒരു 3 മണിക്കൂർ അടുപ്പിച്ച് നിങ്ങൾ ബുക്ക് വായിക്കാൻ വെച്ചു, പിന്നെ ഒരു 2-3 മാസത്തേക്ക് നിങ്ങൾ വഴിക്ക് പോകത്തില്ല. കാരണം വേറൊന്നുമില്ല, തുടക്കത്തിൽ തന്നെ ഇത്രേ എക്സോസ്റ്റിംഗ് ആയിട്ട് നിങ്ങളൊരു ടാസ്ക് നിങ്ങളുടെ ബ്രെയിനെ ഏൽപ്പിക്കുക. അപ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്ത് പറയും? ഇനി ഇതുപോലെ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് ബ്രെയിൻ നിങ്ങളുടെ മനസ്സിനെ പുറകോട്ട് വയ്ക്കും. പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ യാതൊരു താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് 3 മണിക്കൂർ വായിക്കുന്നതിന് പകരം 2 മിനിറ്റ് മാത്രം വായിക്കുക ഒരു ദിവസം. അത് ഒരു പേജോ അര പേജോ ഒരു ലൈനോ ആയിക്കോട്ടെ, 2 മിനിറ്റ് മാത്രം വായിക്കാം. അങ്ങനെ ഒരു 3-4 ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ 2 മിനിറ്റ് വായന എന്നുള്ള ഒരു 5 മിനിറ്റ് ആക്കുക. അല്ലെങ്കിൽ ഒരു പേജ് തുടങ്ങുന്നത് നിങ്ങൾ ഒരു 3 പേജ് വായിക്കുക, പിന്നെ അതൊരു 4 പേജ് ആക്കുക, പിന്നെ 5 പേജ് ആക്കുക. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അതങ്ങനെ കൂട്ടി കൊണ്ടുവരിക. ചെയ്യുന്ന കാര്യം ഒരുപാട് ഇൻറ്റൻസ് ആയിട്ട് തുടക്കത്തിൽ തന്നെ ചെയ്യാതിരിക്കുക. അത് നമ്മുടെ മനസ്സിനെ മടുപ്പിക്കും. അതിന് പകരം കുറച്ചായിട്ട് ഈ റൂൾ പറയുന്ന പോലെ ആദ്യമേ ചെയ്തു കൊടുക്കും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ബ്രെയിൻ അതുമായിട്ട് അഡാപ്റ്റ് ആകും. പിന്നീട് നിങ്ങൾക്ക് അത് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതായത് തുടക്കത്തിലെ അത്ര പാട് കാണത്തില്ല, പിന്നീട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്കൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ വായന എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ആണല്ലോ. അപ്പം പതുക്കെ ആ വായന എന്നുള്ള ഹാബിറ്റുമായിട്ട് നിങ്ങളുടെ ബ്രെയിന് ഫെമിലിയർ ആകും. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ വായിക്കാനും കൂടുതൽ നോളജ് ബിൽഡ് ചെയ്യാനും സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് നോക്കാൻ പറ്റുവാണെങ്കിൽ അതിൽ കാണാൻ പറ്റും. തുടക്കത്തിൽ ഞാൻ ഇട്ടിരുന്ന വീഡിയോസ് ഒന്നും ഞാൻ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. തുടക്കത്തിൽ ഞാൻ ജസ്റ്റ് കോട്സ് അല്ലെങ്കിൽ ഐഡിയാസ് മാത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പോസ്റ്റുകൾ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ ഞാൻ എൻ്റെ ഫേസും കാണിച്ച് കുറേ സ്റ്റുഡിയോ സെറ്റപ്പും കൊണ്ടുവന്ന് എല്ലാത്തിൻ്റെ മുമ്പിൽ ക്യാമറ മേടിച്ച്, മൈക്രോഫോൺ മേടിച്ച്, സ്റ്റാൻഡ് മേടിച്ച് ഫുൾ സെറ്റപ്പുമായിട്ട് വന്നിരുന്ന് തുടങ്ങാമെന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചെറിയ പോസ്റ്റുകൾ ആദ്യമേ ഇട്ട് തുടങ്ങിയത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. പെർഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ആദ്യം തുടങ്ങി വെക്കുക, പിന്നീട് അതിനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെർഫെക്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ച് എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് എല്ലാത്തിനെ പറ്റി അറിഞ്ഞിട്ട് മാത്രമേ ഒരു കാര്യം ചെയ്യുമെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കുക. ആ മൊമെൻറ്റത്തിൻ്റെ കൂടെ ബാക്കി കാര്യങ്ങളെല്ലാം വന്നോളൂ. ഇനി മുമ്പോട്ടുള്ള വീഡിയോസിൽ ഇതുപോലത്തെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് ഇപ്പോഴും പുള്ളിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നോട്ട് ഇതുവരെ തുടങ്ങാതെ വെച്ചിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പുള്ളിക്ക് വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.